ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ക്ലാസ് 9 ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോവുകയാണ്. അപ്പോൾ നോൺ മെറ്റൽസ് ചാപ്റ്റേഴ്സ് നമ്മൾ തുടങ്ങി. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഹൈഡ്രജനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഓക്സിജനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ മെറ്റൽസ് കുറേ എണ്ണം ഉണ്ട്. എവിടെയാണ്? പി ബ്ലോക്കിൽ അവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡ്സിലാക്കി നമ്മൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് വേറെ നോൺ മെറ്റൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആരൊക്കെയാണ്? ഒന്നാമത്തത് നൈട്രജനും രണ്ടാമത്തത് ക്ലോറിനുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, കേട്ടതിനേക്കാളും ഇവരുടെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം നൈട്രജൻ നമുക്ക് എവിടെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രജന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 78%, ഏറെക്കുറെ 78% ആരാ ഉള്ളത്? നൈട്രജനാണ് ഉള്ളത് അല്ലേ? ക്ലോറിനൊക്കെ വളരെ കുറഞ്ഞ ശതമാനമേ ഉള്ളൂ. പക്ഷേ ക്ലോറിൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ക്ലോറിൻ നമ്മൾ വേറെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നൈട്രജൻ കണ്ടല്ലോ, 78% നൈട്രജൻ ഉണ്ട്. അപ്പം നമുക്കറിയാം നമ്മൾ ശ്വസിക്കാൻ വേണ്ടി നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത്ര കുറേ നൈട്രജൻ എന്തിനാണ്? ഓക്സിജൻ നിങ്ങൾ നോക്കിയാൽ എത്രയാണ്? വെറും 21% മാത്രമാണ് ആരുള്ളത്? ഓക്സിജൻ ഉള്ളത് അല്ലേ? പക്ഷെ നൈട്രജൻ നോക്കുമ്പോൾ 78% നൈട്രജൻ ഉണ്ട്. ഇത്ര കുറേ ശതമാനം നൈട്രജന്റെ ആവശ്യം എന്താണ്? എവിടെയാണ് ഈ നൈട്രജൻ കാണപ്പെടുന്നത്? അവിടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മാത്രമല്ലല്ലോ ഭൂമിയിൽ ജീവിക്കുന്നത്, അല്ല, നമ്മളെ കൂടാതെ ചെടികളും മറ്റു മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാവർക്കും ഓക്സിജൻ തന്നെ അത്ര നിർബന്ധമായിട്ടും എല്ലാവരും ശ്വസിക്കാൻ വേണ്ടി പലരും ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ ഉപയോഗിക്കാത്ത ആൾക്കാരും ഉണ്ട്. അനേറോബിക് റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ വേറെ. എനിവേ, നൈട്രജൻ വേറെ പല ആവശ്യങ്ങൾക്ക് വേറെ ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മളെ പ്ലാന്റ്സ്, ചെടികൾക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ആര്? നൈട്രജൻ. ചെടികൾക്ക് മാത്രമല്ല, നമ്മൾ ഈ പ്രോട്ടീൻസ് ഒക്കെ പറയുന്നത് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ഒക്കെ പറയുമ്പോൾ അമിനോ ആസിഡ്സിന്റെ ഒക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആര്? നൈട്രജൻ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിക് ആസിഡ്, DNA, അതുപോലെ RNA എന്നൊക്കെ പറയുന്നത് ഇതിലൊക്കെ നൈട്രജൻ ഉണ്ട്. ശരിയാണ്, ബാക്കി നോൺ മെറ്റൽസ് ആയിട്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെയുള്ള ഒരാളാണ് നൈട്രജൻ. പ്ലാന്റ്സിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് നൈട്രജൻ. കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ത്? നൈട്രജൻ ഫിക്സേഷൻ എന്ന് പഠിക്കും. അതെന്താ നൈട്രജൻ ഫിക്സേഷൻ എന്ന് വെച്ചാൽ? ഒന്നുമില്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറെ നൈട്രജൻ ഉണ്ടെന്ന് കണ്ടു. അപ്പൊ ഈ നൈട്രജൻ വെറുതെ നമുക്ക് ഒരാൾക്കും, അതായത് ഏത് നോൺ മെറ്റൽ ആയിക്കോട്ടെ, നമുക്ക് വെറുതെ ഒറ്റയടി അങ്ങ് ഉപയോഗിക്കാൻ പറ്റും. ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ പറ്റും. പക്ഷെ നൈട്രജൻ ഒക്കെ നമുക്ക് നൈട്രജൻ അതേപോലെ തന്നെ ചെടികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നൈട്രജനെ മാറ്റുന്ന ഒരു കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. അതിനാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നൈട്രജൻ ഫിക്സേഷൻ ഒന്നും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നൈട്രജനെ പറ്റി പഠിക്കും. ഓക്കെ, നൈട്രജൻ എവിടെയൊക്കെ കാണുന്നത്, നൈട്രജന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പഠിക്കുക. പക്ഷെ അതിനുശേഷം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ചെടികളുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വെറും നൈട്രജൻ മാത്രമല്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ നമുക്ക് ജീവിക്കണം. ഇപ്പൊ മനുഷ്യരുടെ കാര്യം തന്നെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറുടെ ഒക്കെ പോയപ്പോൾ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു ചിലപ്പോൾ, ഇരുമ്പിന്റെ കുറവുണ്ടെന്ന് പറയും. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഇരുമ്പിന്റെ കുറവുണ്ട്, അപ്പോൾ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയും. ഓക്കെ, അങ്ങനെ, അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ കുറവാണെന്ന് പറയും, അല്ലെങ്കിൽ സിങ്കിന്റെ കുറവാണെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന വൈറ്റമിൻ കുറവാണെന്ന് പറയും. അങ്ങനെ പല പല സംഭവങ്ങൾ കുറവാണ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അതിനാണ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുന്നില്ലേ? ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നില്ല. എന്തിനാണ്? ആ ഭക്ഷണത്തിലൂടെ ആ ന്യൂട്രിയൻസ് അല്ലെ ആ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പ്ലാന്റ്സിന് ഇതുപോലെ പറയാൻ പറ്റുമോ? ഒരു പ്ലാന്റ്സ് നേരെ വന്നിട്ട് നിങ്ങളൊക്കെ വന്നിട്ട് പറയോ? ഒരു ചെടി നിങ്ങളൊക്കെ വന്നിട്ട് പറയോ, ഹലോ, ഒരു കാൽസ്യം, 2 സിങ്ക്, 3 വിറ്റമിൻ ടാബ്ലറ്റ്, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ചെടികൾക്ക് സംസാരശേഷി ഇല്ലാലോ. അപ്പൊ ചെടികൾക്ക് എന്താണ്? ഇതുപോലത്തെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് വേണം. അപ്പൊ നമുക്ക് സാധാരണ ഇപ്പം വളങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വളങ്ങളൊക്കെ ആയിട്ട് സാധാരണ നാടൻ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അതുവഴി കുറച്ച് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ട് ന്യൂട്രിയൻസ് കിട്ടും. പക്ഷെ എല്ലാം അതിലൂടെ കിട്ടുമോ? ഇല്ല. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഉപയോഗിക്കും അല്ലേ? കുറെ എണ്ണം ഇപ്പം അമോണിയം സൾഫേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ NPK വളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും പേരും നമ്മൾ പറയുന്നില്ല, അതൊന്നും നമ്മൾ ഡിസ്കഷനിൽ വരുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റിയും ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു. എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇവരുടെ ഗുണങ്ങൾ എന്താണ്, ഇവരുടെ ദോഷങ്ങൾ എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നൈട്രജൻ നമ്മൾ കുറെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഉള്ള ആളാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ക്ലോറിൻ ഡിസ്കസ് ചെയ്യും. ക്ലോറിൻ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അധികം അഥവാ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ പുറത്ത് താമസിച്ചു നിങ്ങൾക്ക് അറിയാം എന്താണ് ബ്ലീച്ചിങ് വാട്ടർ. അത് ബ്ലീച്ച് ചെയ്ത വെള്ളമാണെന്ന് പറയുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാം, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലീച്ച് ചെയ്തിട്ടുള്ള വെള്ളം ഉണ്ടാവും. നമുക്കൊരു സ്മെല്ല് അടിക്കും. ബ്ലീച്ചിങ് വാട്ടറിന്, ഒരു ബ്ലീച്ച് ചെയ്ത വെള്ളത്തിന് ഒരു പ്രത്യേക മണം ഉണ്ടാവും. ആ മണം എന്തുകൊണ്ടാണെന്ന് അറിയാം? അതിൽ ക്ലോറിൻ ഉള്ളതുകൊണ്ടാണ്. ബ്ലീച്ചിങ് വാട്ടർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ ഉള്ള വെള്ളത്തിന് നമ്മൾ ബ്ലീച്ചിങ് വാട്ടർ എന്ന് വെച്ചാൽ, അതുപോലെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടും.
അല്ലേ? ചിലപ്പോൾ നിങ്ങൾ വെള്ളത്തിലൊക്കെ, അതായത് നമ്മുടെ കിണറ്റിലൊക്കെ കുറെ കാലം കൂടി കഴിഞ്ഞാൽ പഞ്ചായത്തുനിന്നും മറ്റു അധികൃതരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, വെള്ളപ്പൊടി ഇടും. ഈ വെള്ളപ്പൊടി എന്താണ്? അത് ബ്ലീച്ചിങ് പൗഡറാണ്. അതെന്തിനാ? ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് അതിലുള്ള മോശമായിട്ടുള്ള മറ്റ് ലിവിങ് ഓർഗാനിസം അല്ല ബാക്ടീരിയ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്ലീച്ച് ചെയ്തിട്ട് വെള്ളം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ബ്ലീച്ചിങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്റെ ടേസ്റ്റിന് ചെറിയ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, കുളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മുടി കൊഴിച്ചിലും അതുപോലെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്കിൻ അലർജിയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സൈഡ് എഫക്ട്സ് ഉണ്ട്, പക്ഷെ അതിന്റെ ഗുഡ് എഫക്ട്സ് നോക്കി കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ക്ലീൻ ചെയ്യും, വേറെ ഓർഗാനിസംസും ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബ്ലീച്ചിങ് വാട്ടർ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ആര്? ക്ലോറിൻ. ക്ലോറിൻ റിയാക്ട് ചെയ്ത്, വെള്ളത്തോട് റിയാക്ട് ചെയ്ത് ചില സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ വെള്ളത്തിന് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് എന്തൊക്കെ റിയാക്ഷൻസ് പഠിച്ചു എന്നൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. നമ്മൾ ആദ്യം എന്താണ്, കോമ്പിനേഷൻ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചു, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേറെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്ന് കൂടി നമ്മൾ ഇവിടെ പഠിക്കും. അതെന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നേരത്തെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് വേറെ വേറെ കഷ്ണങ്ങളാവും. അപ്പൊ ഡബിൾ ഡീകമ്പോസ് എന്തായിരിക്കും? രണ്ട് കമ്പൗണ്ട്സ് ഉണ്ടാവും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീകമ്പോസ് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്താ പറയാ? ഡബിൾ ഡീകമ്പോസിഷൻ. പക്ഷെ ഇവിടെ നിങ്ങളെ മനസ്സിൽ പോകുന്നത് എന്താണ്? രണ്ടാൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 ആൾക്കാർ ഉണ്ടാവും എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ കൂടുതൽ പറയാണ്ട് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടത്താലോ. ആദ്യം നമ്മൾ ആരെ ഡിസ്കസ് ചെയ്യാം? ആദ്യം നമുക്ക് നൈട്രജനെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നൈട്രജനെ ഡിസ്കസ് ചെയ്താൽ മതിയോ? നൈട്രജൻ നമുക്ക് ആദ്യം പരിചയപ്പെടുത്തണം. നൈട്രജൻ എങ്ങനത്തെ ഒരാളാണെന്ന് അറിയണ്ടേ? നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ എത്രയായിരിക്കും മക്കൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചാൽ 2, 5. അതായത് ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും അടുത്ത എൽ ഷെല്ലിൽ 5 ഇലക്ട്രോൺസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ചെറിയൊരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ചിത്രം കണ്ടോ? നമ്മുടെ ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഓക്കെ, അപ്പൊ അവരവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ 1, 2, 3, 4, 5, 6, 7. മൊത്തത്തിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ആളും രണ്ടാമത്തെ ഷെല്ലിൽ 5 പേരും ഉണ്ട്, അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ നൈട്രജൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറുതെ അങ്ങനെ ചുമ്മാ ഇരിക്കൂല. നമ്മൾ കണ്ടു എത്രയാണ്? ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒക്ടറ്റ് റൂൾ എന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവുമ്പോൾ അത് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. 8 ഇലക്ട്രോൺ ആക്കിയിട്ട് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. ഇപ്പൊ എത്ര ആളുണ്ട് നോക്കിയേ? ഇപ്പോ 5 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി 8 ആൾക്കാരാകാൻ എത്ര വേണം? 3 ഇലക്ട്രോൺ കൂടി വേണമല്ലോ. അപ്പൊ ഇതിന് 3 എണ്ണം വേണം. ഓക്കെ, ഇതിന് 3 എണ്ണം വേണം. അപ്പൊ വേറെ നൈട്രജൻ കൂടി എടുത്താൽ ആ നൈട്രജന് 3 എണ്ണം വേണ്ടി വരുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ 2 നൈട്രജൻസ് കൂടിയിട്ട് ഇതാ അവസാനത്തെ 5 എണ്ണത്തിൽ 3 എണ്ണം അതെന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള വേറെ നൈട്രജനുമായിട്ട് ഷെയർ ചെയ്യും. കണ്ടോ? 3 ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. 2 ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ 3 ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എത്ര ബോണ്ട് ഫോം ചെയ്യും? അതെ, 3 ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ആരെ കിട്ടും? N2 അഥവാ നൈട്രജൻ കിട്ടും. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് നിങ്ങളോട് ആദ്യമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 ആൾക്കാർ ചേർന്നിട്ട് കൈ കൊടുക്കുക. അവർ ചുമ്മാ വിരൽ കൊണ്ട് കൈയിട്ടത് എന്താണ്? അത്ര സ്ട്രോങ് ആണോ? അല്ല. അവർ പോട്ടെ, 2 വിരൽ കൊണ്ട് പിടിച്ചോ, കുറച്ചുകൂടി സ്ട്രോങ് ആയി. 3 വിരൽ കൊണ്ട് പിടിച്ചോ, കുറച്ചുകൂടി സ്ട്രോങ്. ഇനി 2 കൈയും കൂടി നമ്മൾ ഇങ്ങനെ ഷെയ്ക്കാൻ ചെയ്താൽ അത്ര ഉറപ്പുണ്ടോ? നല്ല ഉറപ്പിൽ നിൽക്കും, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ബോണ്ട് ആയി കഴിഞ്ഞാൽ എന്താണ്? ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറച്ച് കുറവാണ്. എന്നാൽ ഡബിൾ ബോണ്ട് ആയി കഴിഞ്ഞാൽ ആ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടും. ട്രിപ്പിൾ ബോണ്ട് ആയി കഴിഞ്ഞാലോ വളരെ നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 ബോണ്ട്, അതായത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ബോണ്ട് ബ്രേക്കിംഗ് എന്താണ്? നിയർ ടു ഇമ്പോസിബിൾ ആണ്. ഭയങ്കര പ്രയാസമാണ് അതിനെ പൊളിക്കണം. അതിനെ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രക്കും പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടൊരു കാര്യം കൊടുക്കണം, എന്നാൽ മാത്രമേ പൊടിക്കാൻ പറ്റൂ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്ത, അതായത് കഷ്ണമായി മുറിക്കാൻ പറ്റാത്ത നൈട്രജൻ ആണ് നമുക്കുള്ളത്. അപ്പൊ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്ത നൈട്രജൻ ഉണ്ടാവുമ്പോൾ ഇതെങ്ങനെ പ്ലാന്റ്സ് എടുക്കും? പ്ലാന്റ്സിന് അതിന് മാത്രം ശക്തിയൊന്നുമില്ല, പൊട്ടിച്ച് കഷ്ണങ്ങളാക്കാനൊന്നും ശക്തിയില്ല. പിന്നെ എങ്ങനെ പ്ലാന്റിൽ ഈ നൈട്രജൻ പൊട്ടി കഷ്ണങ്ങളായിട്ട് വേറെ കമ്പൗണ്ടുകളൊക്കെ ആയിട്ട്, അതായത് നൈട്രജൻ ഡയോക്സൈഡ് ആവുന്നു, നൈട്രജൻ ഓക്സൈഡ് ആവുന്നു, അതൊക്കെ ആയിട്ട് പ്ലാന്റിലേക്ക് വരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് വരുന്നത്? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ബോണ്ട് പൊട്ടിക്കുന്നത്? ഒരു സംശയം തോന്നില്ലേ? സംശയം ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നൈട്രജൻ എവിടെ നിന്ന് കിട്ടും? നമ്മൾ പറഞ്ഞു നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ 78% ഉണ്ട്, അവിടെയൊക്കെ കാണും. ഓക്കെ, അപ്പൊ നൈട്രജൻ എന്തിനാ ഉപയോഗിക്കുന്നത്? നൈട്രജൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓക്സിജന്റെ കമ്പഷന് വേണ്ടി ഉപയോഗിക്കും. ഓക്സിജന്റെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കൽ എന്ന് പറയുന്നില്ലേ? കത്തിക്കലൊക്കെ എന്താണ്? നമ്മൾ ഓക്സിജന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്സിജൻ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ആളി കത്തുന്നത്. ഓക്സിജൻ അല്ലെങ്കിൽ ഇത്ര നന്നായിട്ടൊന്നും കത്താനൊന്നും പോകുന്നില്ല. അപ്പൊ കത്തിക്കുക, നമ്മൾ തീ കത്തിക്കുക എന്ന് മാത്രമല്ല, ഓക്സിജനുമായിട്ടുള്ള ഏത് റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം? കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഈ കമ്പഷൻ റിയാക്ഷൻ വെറുതെ നടക്കൂല. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ശ്വാസം തൊട്ട് വിറക് കത്തിക്കുന്നവരെ ആണെങ്കിലും എല്ലാം എന്താണ്? ഓക്സിജനുമായിട്ടുള്ള കമ്പഷൻ റിയാക്ഷൻസ് ആണ്.
സിംപ്ലി ഓക്സിഡേഷൻ എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഓക്സിജൻ ആഡ് ചെയ്യുന്നത്. അതൊക്കെ കമ്പഷൻ റിയാക്ഷൻസ് ആണ്. അപ്പൊ കമ്പഷൻ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എസെൻഷ്യൽ ആയിട്ട് അതിന്റെ കൂടെ ആൾ വേണം, നൈട്രജൻ വേണം. നൈട്രജൻ നോക്കുമ്പോൾ റിയാക്ഷനിലാകെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നൈട്രജൻ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് റെഗുലേറ്റ് ചെയ്യും. റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. എന്താണ് നിയന്ത്രിക്കുന്നത്? ഓക്സിജന്റെ കമ്പഷന്റെ റേറ്റ് നിയന്ത്രിക്കുന്ന ആരാണ്? പിന്നിൽ നിന്ന് കളിക്കുന്ന ആരാണ്? നൈട്രജൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വളരെ 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 നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? പ്ലാന്റ്സിന് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് നൈട്രജൻ. ഓക്കെ, പിന്നെ പ്ലാന്റ്സ് എവിടെ നിന്നൊക്കെ നൈട്രജൻ കിട്ടുന്നുണ്ട്? നമ്മൾ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നത്. അത് കൂടാതെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ്നിങ് വഴിയാണ്. അതുപോലെ മണ്ണിന് നേരിട്ട് കിട്ടും. മണ്ണിന് നേരിട്ട് എങ്ങനെ കിട്ടും? മൈക്രോ ഓർഗാനിസംസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന്റെയോ ആനിമൽസിന്റെയോ ഡീകെ വഴിയൊക്കെ, അതായത് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനൊക്കെ ഡീകെ വഴി നമുക്ക് കിട്ടാം. പിന്നെ എങ്ങനെ കിട്ടാം? പിന്നെ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കലും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വഴിയും കിട്ടാം. ഓക്കെ, അപ്പൊ ഇത് ലൈറ്റ്നിങ് വഴി നമുക്ക് കിട്ടുന്നതെന്ന് കണ്ടു. സോയിലേക്ക് എത്തുന്നതിന് മുമ്പ് ലൈറ്റ്നിങ് വഴിയാണ് പ്രധാനമായിട്ടൊരു സോഴ്സ് നൈട്രജൻ കിട്ടാനുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് ലൈറ്റ്നിങ് വഴി കിട്ടുന്നത്? അത് നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം. അപ്പൊ ലൈറ്റ്നിങ് വഴി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നൈട്രജൻ കണ്ടു. എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്, ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസം ഒക്കെ എന്താണ് അവിടെ നിന്നൊക്കെ അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പ്രകൃതിയുടെ വഴി തന്നെയായിട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇടിമിന്നലാണ്. ഓക്കെ, അപ്പൊ ഇടിമിന്നൽ അടിക്കുന്നു. ഒരു മഴക്കാലത്തൊക്കെ നല്ല ഇടിമിന്നലൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മഴക്കാലത്തൊക്കെ ഒരുപാട് ചെടികൾ നന്നായി തഴച്ച് വളരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാത്ത സമയത്ത് വെള്ളം നനച്ച ചെടികൾ വളരും, പക്ഷേ മഴക്കാലത്തുള്ളത് പോലെ അത്ര ഉഷാറിൽ വളരുന്നത്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പിന്നെ കുറെ വെള്ളം ഒഴിച്ചാൽ ബാക്കി കാലത്ത് ചെടി വളരും. പക്ഷെ മഴക്കാലത്ത് കിട്ടുന്ന ആ ഒരു റേറ്റിൽ കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഈ മിന്നൽ ഉണ്ടാവില്ലേ? മിന്നൽ എന്ന് വെച്ചാൽ നല്ല ഹൈ എനർജറ്റിക് ആയിട്ട് സാധനമാണ് ഈ മിന്നൽ എന്ന് പറയും. അപ്പൊ മിന്നൽ എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഓക്സിജൻ ഒക്കെ ഉണ്ട്. അപ്പൊ നൈട്രജൻ കാണുമ്പോൾ മിന്നൽ വരും. ആഹാ, ഒരു ട്രിപ്പിൾ ബോണ്ടല്ലേ ഞാൻ ആ കാണുന്നത് വെച്ചാൽ നൈട്രജൻ ബോണ്ടിൽ ആ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 നൈട്രജൻ റാഡിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസ് കിട്ടും. റാഡിക്കൽസ് എന്താണെന്ന് നിങ്ങൾ പറയണ്ട, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഒരു സ്പീഷീസിനാണ് റാഡിക്കൽ എന്ന് പറയാൻ ഓർമ്മിച്ചാൽ മതി. ഒരു ഇലക്ട്രോൺ ഫ്രീ ആണ്, അതായത് സിംഗിൾ ഇലക്ട്രോൺ ഒറ്റക്ക് നിൽക്കുന്ന പോലത്തെ സ്പീഷീസ്, അതാണ് റാഡിക്കൽസ്. അപ്പൊ നൈട്രജൻ റാഡിക്കൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ റാഡിക്കൽസ് ആണ് ആരുടെ കൂടെ റിയാക്ട് ചെയ്യുക? ബാക്കി റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് നമുക്ക് നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പ്ലാന്റ്സിലേക്ക് എത്തുന്നത്. അപ്പൊ ആ വഴി നമുക്ക് നോക്കിയാലോ. നിങ്ങൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിത് പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഈ നൈട്രജൻ, അതായത് ഇടിമിന്നലൊക്കെ ഏറ്റിട്ട് അവിടെ പുള്ളിക്കാരൻ ബ്രേക്കായി മൊത്തത്തിൽ സങ്കടം സാഡായിട്ട് നിൽക്കുന്ന നൈട്രജൻ എന്ത് ചെയ്യും? ഓക്സിജന്റെ കൂടെ, അറ്റ്മോസ്ഫിയർ ഓക്സിജൻ രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് നൈട്രസ് ഓക്സൈഡ് അഥവാ ചിരിക്കുന്ന വാതകം, നിങ്ങൾ ചിരിപ്പിക്കുന്ന വാതകം എന്നൊക്കെ കേൾക്കുന്ന ഒരു സാധനം നൈട്രസ് ഓക്സൈഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ സ്ട്രെച്ച് സംഭവം, ചിരിക്കുന്നതല്ല എക്സാക്ട്ലി, ഈ സാധനം ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കവിളത്തെ മസിൽസ് ഒക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ചുണ്ടിന്റെ സൈഡിലുള്ള മസിൽസ് ഒക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരും. അപ്പൊ കാണുമ്പോൾ എന്താണ്? നമ്മൾ ചിരിക്കുന്ന സഹിക്കാൻ പറ്റാത്ത ചിരി പോലെ തോന്നും. പക്ഷെ ബേസിക്കലി അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ചിരി. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായിട്ട് നിൽക്കണം. നിങ്ങൾ കുറച്ച് സമയം വെറുതെ അറിയാതെ ചുമ്മാ ഒന്ന് ചിരിച്ചു നോക്കിയേ. എന്റെ ചിരി നോക്കിയിട്ട് ഈ കൂതറ ചിരിയാന്നൊന്നും തോന്നണ്ട. നിങ്ങൾ ചിരിച്ചു നോക്കുക, നിങ്ങൾ സ്വയം ചിരിച്ചു നോക്കിക്കേ. കുറച്ച് സമയം ചിരിച്ചു നോക്കി, നമുക്ക് അറിയാതെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ സന്തോഷം കിട്ടും. അപ്പൊ ഈ നൈട്രസ് ഓക്സൈഡ് കുറച്ച് സമയം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി വരും. അങ്ങനെയാണ് ചിരി വരുന്നത്. അപ്പൊ നൈട്രസ് ഓക്സൈഡ് ഞാനവിടെ പറഞ്ഞു, ചിരിപ്പിക്കുന്ന വാതകം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനം നൈട്രസ് ഓക്സൈഡ്. അപ്പൊ ഈ നൈട്രസ് ഓക്സൈഡ് എന്ത് ചെയ്യും? പിന്നെയും ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യും? മഴയൊക്കെ പെയ്യുമ്പോൾ അതിലെ മഴവെള്ളത്തോടും അതുപോലെ ഓക്സിജനോടൊക്കെ ചേരും. അല്ലെ, നമ്മൾ മണ്ണിലൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ നനക്കുന്നുണ്ടല്ലോ. അപ്പൊ വെള്ളമൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ, അത് അറ്റ്മോസ്ഫിയർ നമ്മൾ വെറുതെ വെള്ളം പോയിട്ട് എന്റെ താഴെ കൊണ്ട് ഉറ്റിക്കൊല്ലല്ല ചെയ്യുക. എങ്ങനെയായാലും എയറിന്റെ പ്രസൻസിലല്ലേ വെള്ളം പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യും? വെള്ളമായിട്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ 2 4HNO3 എന്ന് കിട്ടും. 4HNO3 നമുക്ക് അവസാനം, അതായത് നൈട്രിക് ആസിഡ് കിട്ടും. അപ്പൊ ഈ നൈട്രിക് ആസിഡ് എന്ത് ചെയ്യുക? നൈട്രിക് ആസിഡ് നമ്മുടെ മണ്ണിൽ എന്തായാലും മിനറൽസ്, അതായത് മറ്റ് ധാതുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ മിനറൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? നൈട്രേറ്റ് സാൾട്ട് ആവും. ഓക്കെ, അതായത് നൈട്രേറ്റുകളാവും. നമുക്ക് ഈ നൈട്രിക് ഓക്സൈഡ് ഒക്കെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സോൾട്ടും മിനറൽസും ആണ് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അപ്പൊ എന്ത് ചെയ്യും? ഈ നൈട്രിക് ആസിഡ് മിനറലിന്റെ കൂടെ ചേർന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നൈട്രേറ്റ് സോൾട്സ് ആവും. അപ്പൊ ഈ നൈട്രേറ്റ് സോൾട്സ് എന്ത് ചെയ്യും? നല്ല സുഖമായിട്ട് പ്ലാന്റ്സ് പോരോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ നൈട്രേറ്റ് സോൾട്ടിന് ഇങ്ങനെ വലിച്ചെടുക്കും. അതെന്ത് ചെയ്യും? അത് അവരുടെ വളർച്ചയ്ക്കും മറ്റു കാര്യത്തിനും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ നൈട്രജൻ എങ്ങനെയാ പ്ലാന്റിലോട്ട് വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ നൈട്രജൻ പ്ലാന്റിൽ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞു, എന്താണ് നൈട്രജൻ കിട്ടാൻ വേറൊരു വഴി ഉണ്ട്. എന്താണ്? ഫെർട്ടിലൈസേഴ്സ് വഴി. അത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ഓർഗാനിക്, സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ കീടനാശിനികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കീടനാശിനികൾ, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അത് എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ? നമുക്ക് പ്രകൃതിക്ക് വേറെ പ്രശ്നങ്ങൾ, ഇപ്പൊ ചാണകം അല്ലെങ്കിൽ പുകയില കഷായം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ എന്താണ്? നമ്മൾ ഓർഗാനിക് ആയിട്ട്, അതായത് ചാണകം മാത്രമല്ല, നമ്മളിപ്പോൾ ഇലകളായിക്കോട്ടെ ചാരം ആയിക്കോട്ടെ, അതിൽ എന്താണ്?
സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് അല്ലെ. ബയോഗ്യാസ് അങ്ങനെ കിട്ടണം, അതൊക്കെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് അതൊക്കെ എന്താണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും വേറെ കെമിക്കൽസ് ഒന്നും ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രകൃതി കാണുന്ന ആൾക്കാർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെന്താണ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ സോയിൽ ഈസ് നോട്ട് എഫക്റ്റഡ്. കാരണം അത് വേറെ കെമിക്കൽ ആയിട്ടുള്ള സാധനമൊന്നും ഇല്ല. മണ്ണിലും ചുറ്റും കാണുന്ന ആൾക്കാർ തന്നെ അതിലേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ മണ്ണിലേക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലെ വേറെ മൈക്രോ ഓർഗാനിസംസിന്റെയോ വേറെ ആരെയും ഒരു തരത്തിലും അത് എഫക്ട് ചെയ്യില്ല. ഡസ് നോട്ട് ഡിസ്ട്രോയ് ദ ടൈനി ഓർഗാനിസംസ് ഓഫ് ദ സോയിൽ. ഒരു തരത്തിൽ എഫക്ട് ചെയ്യില്ല. വേറെ ഒരു പ്രശ്നമില്ല. അവർ ചെടിക്ക് നന്നായിട്ട് ഗുണവും ചെയ്യും, പറയത്തക്ക വേറെ ദോഷങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നിട്ട് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്? അല്ല. കാരണം എന്താണ്, അത് എല്ലാ എലമെന്റും ഒരേപോലെ കൊടുക്കൂല. ഇറ്റ് ഡസ് നോട്ട് സപ്ലിമെന്റ് ദ ലാക്കിംഗ് എലമെന്റ്സ് അഡക്വേറ്റ്ലി. കാരണം നമുക്ക് എല്ലാ എലമെന്റ്സും നമുക്ക് ഈ ചാണകവും ചാരവും അതുപോലെ നാച്ചുറൽ ആയിട്ട് ഇടുന്ന മണ്ണിര കമ്പോസ്റ്റ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെടികളിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ചെടിക്ക് ഫോസ്ഫറസ് വേണം. അപ്പൊ ഫോസ്ഫറസ് എത്തിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ. അല്ലെ, സൾഫേറ്റ് ലവണങ്ങൾ അതിന് വേണമെന്നിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അമോണിയം ലവണങ്ങൾ വേണമെന്നിരിക്കും, അമോണിയം സോൾട്സ് വേണമെന്നിരിക്കും. അതൊക്കെ എവിടുന്ന് കിട്ടും? യൂറിയ എന്നൊക്കെ നിങ്ങൾ കേട്ടു. യൂറിയ ഒക്കെ എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാ. അതിലുണ്ട് നൈട്രജൻ ഒക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഓർഗാനിക്കിൽ കിട്ടല് കുറവാണ്. എല്ലാ ആൾക്കാരെയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് നമുക്ക് കൊടുക്കാം, ഒരുവക സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കുറച്ചുകൂടി എലമെന്റ്സ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, പ്ലാന്റ്സിന് കുറച്ചുകൂടി നല്ലതാണ്. പക്ഷെ അത് നമുക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെന്താണ്, ചെറിയ അളവൊന്നും പോരാ. കാരണം കുറേ മണ്ണും മറ്റു ഓർഗാനിസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സാധനങ്ങളും ചെടിക്ക് വേണ്ടതായിരിക്കില്ല. അപ്പൊ എന്താണ്, ഒരുപാട് അളവിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെന്താണ്, ഇത് ഉണ്ടാക്കി എടുക്കണ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ഓൾറെഡി ഉള്ള, അതായത് ഡീക്കേ ചെയ്തിട്ടില്ല. ഇപ്പൊ ബയോഗ്യാസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ഫുഡിന്റെ വേസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും വളങ്ങൾക്ക് ഉപയോഗിക്കുക, കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ വിറക് കത്തിക്കുക, അല്ലെങ്കിൽ മറ്റ് വേസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കത്തിക്കുക, അതൊക്കെ വഴിയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്, അത് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി വളരെ വളരെ കുറവാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് തന്നെ ഇതിന്റെ, ഇപ്പം നമുക്ക് ചെടി നട്ടോ, കൃഷി നടത്തുന്ന ഒരു കൃഷിക്കാരന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സാധാരണ നമ്മൾ വളമൊക്കെ എടുത്ത് ഇപ്പം മണ്ണിൽ ചാണകം പൊടിയാക്കിയിട്ട് ഇടുന്നതായിക്കോട്ടെ, ചാരം ഇടുന്നതായിക്കോട്ടെ, അല്ലെ മണ്ണിര കമ്പോസ്റ്റ് എടുത്ത് വേറെ എന്ത് വളം, വേപ്പിൻ പിണ്ണാക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊക്കെ ഇടുന്നതായിക്കോട്ടെ, നമുക്ക് ഇതൊന്നും ഇട്ടപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അത് ഈ ആയുർവേദ ചികിത്സയെ പറ്റി എല്ലാവരും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്, നമ്മൾ ഒരു ചികിത്സ നടത്തിയാലും പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടില്ല. ഒരുപാട് കാലം, ചിലപ്പോൾ 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരിക. അപ്പൊ അത്ര ക്ഷമയുള്ള ആൾക്കാരാണ് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചെടിയുടെ കാര്യം, കൃഷിക്കാരെ സംബന്ധിച്ച് അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന എന്താണ് ഉപജീവന മാർഗ്ഗമാണ് കൃഷി. അവരെ സംബന്ധിച്ച് ജീവിച്ചു പോകണമെങ്കിൽ കൃഷി എന്നുള്ള നമുക്ക് റിസൾട്ട്, ആദായം, പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പൊ പെട്ടെന്ന് തന്നെ കൃഷിക്ക് നമ്മളിപ്പം വളമൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കൊണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, പെട്ടെന്ന് തന്നെ കിട്ടും. അത് അധികം എമൗണ്ട് ഒന്നും വേണ്ട, ഉള്ള കുറച്ച് എമൗണ്ട് ആണെങ്കിലും അതിൽ മാക്സിമം ന്യൂട്രിയൻസും എലമെന്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. എല്ലാ എലമെന്റ്സും ആവശ്യത്തിൽ ഏത് എലമെന്റാണ് വേണ്ടത് അതിന് പറ്റിയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ വിശദമായിട്ട് കിട്ടും. ഓക്കെ, പിന്നെന്താണ്, പൈസയും താരതമ്യേന കുറവ്. അതായത് ഉണ്ടാക്കിയെടുക്കാനുള്ള റോ മെറ്റീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, വാങ്ങിച്ചാൽ പെട്ടെന്ന് കിട്ടും. അപ്പം തന്നെ നമുക്ക് കൊടുത്തിട്ട് വലിയ പൈസയൊന്നും ഇല്ല, ചിലവില്ലാതെ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താ പ്രശ്നം, ഇത് ഡിസ്ട്രോയ് ചെയ്യും. എന്താണ് കെമിക്കൽ, അത് മണ്ണിലുള്ള സ്വാഭാവികമായിട്ടുള്ള മണ്ണിലൊരു കോമ്പോസിഷൻ ഉണ്ട്. മണ്ണിൽ ഇത്ര pH ഒന്നും, നമ്മൾ pH ഡിസ്കഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു pH ഇത്ര pH വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ആ pH എന്ത് ഇവരാകെ കുടഞ്ഞ് മൊത്തം അലമ്പാക്കും. അത് മാത്രമാണോ, pH എഫക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യും, അവർ എഫക്ട് ചെയ്യും. pH എഫക്ട് ചെയ്താൽ മാത്രം, pH എഫക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു പർട്ടിക്കുലർ pHൽ വളരുന്ന ചില ബാക്ടീരിയയും ഫംഗസും അങ്ങനെ ചെറിയ 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 ജീവികൾ ഉണ്ടാവും. അവരുടെ വളർച്ച എന്ത് ചെയ്യും, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊണ്ട് അവിടെ അങ്ങ് നിന്ന് പോകും. അപ്പൊ എന്ത് ചെയ്യും, ആ ഓർഗാനിസംസ് ഓൾറെഡി ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടാവും. അപ്പൊ ഓർഗാനിസംസ് ഉണ്ടായിട്ടില്ല എന്തായിരിക്കും, ആ വളർച്ച, അതുകൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങൾ മൊത്തം അവിടെ ബ്ലോക്ക് ആവും. അപ്പൊ അത് ബ്ലോക്ക് ആകുമ്പോൾ എന്തോ വിചാരിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോ നമ്മൾ കണ്ടു, ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നൈട്രജൻ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടെന്ന് കണ്ടു. ഓക്കെ, അതായത് NPK വളങ്ങൾ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം കിട്ടുന്ന വളങ്ങൾ NPK വളങ്ങൾ. അമോണിയം ഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അമോണിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ NH3 NH4 എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പൊ അമോണിയം സൾഫേറ്റ് എന്ന് വെച്ചാൽ NH4 SO4 എന്ന് പറഞ്ഞ സാധനമാണ്. ഓക്കെ, NH4 twice SO4 എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ എന്താണ്, ഇത് അമോണിയം സൾഫേറ്റ് ആണ്. ഓക്കെ, ഇനി അമോണിയം ഫോസ്ഫേറ്റ് ആണല്ലോ, NH4 thrice PO4. ഓക്കെ, ഏകദേശം അത് ഫോർമുല നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ്, ഇതിലൊക്കെ ആരുണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പൊ നൈട്രജൻ എന്തൊക്കെ വളങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തുണ്ടാണ്, നൈട്രജൻ സോഴ്സസ് ആണ് ഈ വളങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ്, നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമുക്ക് നൈട്രജൻ ഉപയോഗിക്കാം. പിന്നെന്താണ്, ലിക്വിഫൈഡ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും.
അതെന്താണ് ലിക്വിഫൈഡ് നൈട്രജൻ വെച്ചാൽ നിങ്ങൾ ലിക്വിഡ് നൈട്രജൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ ശവശരീരങ്ങളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മോർച്ചറിയുടെ ഒക്കെ പോയി ശവശരീരങ്ങളൊക്കെ നിങ്ങൾ സിനിമയിലെ കണ്ടു കഴിഞ്ഞാൽ മോർച്ചറിയിൽ എന്തുണ്ട്, മോർച്ചറി നിങ്ങൾ ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇങ്ങനെ ശവത്തിന്റെ ആ ഒരു ഡെഡ് ബോഡി അടങ്ങിയിട്ടുള്ള ആ ഒരു ചേമ്പർ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു ഗ്യാസ് പോലെ ഒരു പൊടി പോലത്തെ ഗ്യാസ് ഇങ്ങനെ പോകുന്നതാണ് അല്ലെ, വെള്ള കളറിലെ. അപ്പൊ നിങ്ങൾ എന്താ നമ്മളെ സാധാരണ ഐസിന്റെ ഒരു ഫ്രീസറിൽ കാണുന്ന ആ ഒരു വേപ്പറൈസേഷൻ ആണോ? അല്ല. അവിടെ എന്താണ് നമ്മൾ ലിക്വിഡ് നൈട്രജൻ ആണ് സ്റ്റോറേജിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നില്ലേ. കോൾഡ് സ്റ്റോറേജിലൊക്കെ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളായിക്കോട്ടെ എന്തിനാണ് കോൾഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് നൈട്രജൻ ആണ്. കാരണം എന്താണ്, നൈട്രജൻ വളരെ ചെറിയ ടെമ്പറേച്ചർ പോകും. ഇപ്പം നമ്മുടെ സാധാരണ ഫ്രീസറൊക്കെ പിന്നെ 0°C അതിൽ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ കോൾഡ് ആയിട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതല്ല. നൈട്രജൻ ആകുമ്പോൾ വളരെ ഒരുപാട് ചെറിയ ടെമ്പറേച്ചർ വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിലുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ റിസർച്ച് ലാബ് എന്നൊക്കെ പറയും, റിസർച്ച് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പല എക്സ്പെരിമെന്റ്സും നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചർ എത്രയാണ്, 27°C ആണെന്ന് വിചാരിക്കും. 27°C നമ്മളിപ്പം സെൽഷ്യസ് ആയിട്ട് പറയില്ല, കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയിലാണ് നമ്മൾ ടെമ്പറേച്ചറിന് ഉപയോഗിക്കുക. അപ്പൊ കെൽവിൻ സ്കെയിൽ ഒന്നുമില്ല, 273 പ്ലസ് ഈ ഒരു °C കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 273 കൂട്ടിയാൽ മതി. എത്ര °C ആകുമ്പോൾ 273 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കെൽവിൻ കിട്ടും. അപ്പൊ എത്രയാണ്, 300 കെൽവിൻ ആണ് നമുക്ക് എന്താ പറയുക റൂം ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പൊ ഈ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് എല്ലാ റിയാക്ഷനും നടത്താൻ പറ്റില്ല. അപ്പൊ ചില റിയാക്ഷൻ, ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന റിയാക്ഷൻ എനിക്ക് ചെയ്യേണ്ടത് 125 കെൽവിൻ ആയിരുന്നു. അപ്പൊ 125 കെൽവിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ 270, അതായത് 125 കെൽവിൻ എത്രയാണെന്ന് അറിയണമെങ്കിൽ 273 125 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ഏകദേശം കിട്ടും എത്രയാണ് ടെമ്പറേച്ചർ, ഒരു മൈനസ് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ചെറിയ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, സാധാരണ നമ്മളിപ്പം ഐസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. വെള്ളത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെള്ളത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ കാര്യം ഒന്ന് വെച്ചാൽ വെള്ളത്തിന് പെട്ടെന്നൊന്നും ചൂടാക്കാൻ പെട്ടെന്ന് തണുപ്പിക്കാനോ നമുക്ക് പറ്റില്ല. ഒരു പരിധി കഴിഞ്ഞാൽ വളരെ മെല്ലെ മാത്രം അതിന് തണുപ്പിക്കാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ നമുക്ക് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നൈട്രജനൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യും, തണുപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യും, ലിക്വിഫൈഡ് നൈട്രജൻ നമ്മുടെ റെഫ്രിജറന്റ് അഥവാ കൂളിംഗ് ഏജന്റ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ വേണ്ടി നമ്മൾ കണ്ടു, നൈട്രജൻ ഡയോക്സൈഡും വാട്ടറും ഓക്സിജനും കൂടി ചേർന്ന് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ടോ, അതിന് ഉപയോഗിക്കും. പിന്നെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള TNT മാത്രമല്ല, ഒരുപാട് എക്സ്പ്ലോസീവ്സിന് വേണ്ടി നൈട്രോഗ്ലിസറിൻ എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെല്ലാം നൈട്രോ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് നൈട്രജൻ. അപ്പൊ നൈട്രജന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ, അധികം കാര്യങ്ങളൊന്നുമില്ല. നൈട്രജൻ എവിടുന്ന് വരുന്നു, നൈട്രജന്റെ യൂസസ്, ഫെർട്ടിലൈസേഴ്സ്, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നൈട്രജൻ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാവുന്നത് ക്ലോറിൻ അധികം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ക്ലോറിന്റെ ആകെ ബ്ലീച്ചിങ് ആക്ഷൻ ആണ് ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാൻ എല്ലാ കാര്യവും പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. അപ്പോൾ ക്ലോറിനെ കണ്ടുപിടിച്ച ആളെന്നുള്ള അറിയപ്പെടുന്ന ആളാണ് കാൾ വില്യം ഷീലെ എന്ന് പറഞ്ഞത്. ഷീല എന്നൊന്നും വായിക്കരുത് കേട്ടോ, ഷീലയല്ല, കാൾ വില്യം ഷീലെ എന്നാണ് വായിക്കുക. പ്രൊനൗൺസിയേഷൻ ചെറിയ വ്യത്യാസമുണ്ട്. ഷീലേ എന്ന് വിളിക്കുന്നില്ല, സ്നേഹത്തോടെ പുള്ളിക്കാരനെ വിളിക്കുന്ന നിങ്ങൾ ആലോചിക്കട്ടെ, ഷീലേ. ആഹാ, ഇനി പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ഷീലനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഷീലേ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഷീലേ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ബ്ലീച്ചിങ് പൗഡറിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ അവിടെ മാത്രമാണോ? അല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അലൂമിനിയം ക്ലോറൈഡ്, അങ്ങനെ ക്ലോറൈഡ് എന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ആരാണ്? ക്ലോറിന്റെ കമ്പൗണ്ട്സുകളാണ്. ഓക്കെ, അപ്പൊ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണം, അത് ക്ലോറൈഡ് അയോൺസ് ആണ്. Cl എങ്ങനെയാണ് ഉണ്ടാവുക? Cl മൈനസ് എന്നാണ് കാണിക്കുക. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലോറിന്റെ 287, അതായത് 17 ആണ് അതിന്റെ ആറ്റമിക് നമ്പർ. 7 ഇലക്ട്രോൺസ് ഉണ്ട് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അതായത് K ഷെൽ, L ഷെൽ, M ഷെല്ലിലാണ് 7 ഇലക്ട്രോൺസ്. അതിന് എത്ര ഇലക്ട്രോൺസ് വേണം? അത് ഒരു ഇലക്ട്രോൺ കൂടി അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആരാവും? Cl മൈനസ് ആവും. ആദ്യം Cl ആയിരുന്നുള്ളത്, Cl എന്താവും? Cl മൈനസ് ആവും. ഓക്കെ, ഇനി അതൊക്കെ വേറെ ഡിസ്കഷൻ ആണ്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, മനസ്സിലാക്കുക. ക്ലോറൈഡ് അയോൺസ് ആയിട്ട് കാണുന്ന ഒരുപാട് കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡ് എന്നൊക്കെ പറയാം, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോറിന്റെ കമ്പൗണ്ട്സ് ഒക്കെ കണ്ടു. ഇനി നമുക്ക് ക്ലോറിൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ. ക്ലോറിൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് സെറ്റപ്പാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട സെറ്റപ്പ് ഒന്നും പഠിക്കണമെന്നൊന്നും ഇല്ല, എന്നാലും കണ്ടോ. നമ്മൾ എന്തായാലും ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. എന്താണ് കണ്ടോ, ഈ മുകളിൽ കണ്ടോ സാധനം, ഇതുവഴിയാണ് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ട്യൂബ് വഴി പുറത്ത് വാട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. അവിടുന്ന് വേറൊരു ഫ്ലാസ്ക് പോയിട്ട് അതായത് സൾഫ്യൂരിക് ആസിഡിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം ക്ലോറൈഡ് നമ്മളിവിടെ കളക്ട് ചെയ്യുന്നത്. ഈ ക്ലോറിന്റെ ടെസ്റ്റ് ട്യൂബ് എന്തുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടില്ല? കാരണം വെച്ചാൽ ക്ലോറിൻ ഡെൻസിറ്റി കൂടുതൽ, നമ്മൾ എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഈ എന്ത് ചെയ്യും, ഗ്യാസ് അടിയിൽ എങ്ങനെ താഴെ നിന്നുള്ളൂ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ റിയാക്ഷൻ വെറുതെ ഒന്ന് നോക്കിക്കോ. 2KMnO4 plus 16HCl gives
2KCl plus 2MnCl2 plus 8H2O plus 5Cl2. വലിയ റിയാക്ഷൻ ആണ്, പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അവസാനം ക്ലോറിൻ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ ഉപയോഗിച്ച രണ്ടാൾക്കാർ, ഇവരെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കണം. എന്താണ് ഈ ക്ലോറിൻ ഗ്യാസ് നമ്മൾ എന്തുകൊണ്ടാണ് വാട്ടറിലൂടെ ട്രാൻസ്ഫർ ചെയ്ത്? നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഒന്നുകൂടി സെറ്റപ്പ് നിങ്ങൾ നോക്കണം. എന്താണ് നമ്മൾ ആദ്യം വാട്ടറിലൂടെ പാസ് ചെയ്ത്? ഇതെന്തിനാ വാട്ടറിലൂടെ പാസ് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതിങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിലേക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ വേപ്പേഴ്സ് കൂടി വരും. എന്താണ് നമ്മളിപ്പം എന്താണ് കോൺസെൻട്രേറ്റ് HCl, അത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അപ്പൊ അത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് മാറിയിട്ട് വാട്ടറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് ആവശ്യമുണ്ടോ? വേണ്ട, നമുക്ക് ക്ലോറിൻ മാത്രമേ വേണ്ടൂ. അപ്പം വാട്ടറിന്റെ കൂടെ ക്ലോറിനും ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ വേപ്പേഴ്സും ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടറിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാട്ടറിലൂടെ അതുകൊണ്ടാണ് പാസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത എന്താണ്, നമ്മൾ വാട്ടറിലൂടെ പാസ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ക്ലോറിൻ വന്നു. പക്ഷെ ഇപ്പൊ ക്ലോറിനൂടെ ആരുണ്ട്? വാട്ടറിലൂടെ പോയിട്ട് വാട്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ വാട്ടർ വേപ്പേഴ്സ് റിമൂവ് ചെയ്യണം. അപ്പൊ ഹൗ ടു റിമൂവ് വാട്ടർ വേപ്പർ ഫ്രം ക്ലോറിൻ എന്ന് വെച്ചാൽ എന്താണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനുശേഷം തൊട്ടടുത്ത് നമ്മൾ ആരോടാണ്? സൾഫ്യൂരിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഇപ്പോൾ ഉണ്ട്. എന്തിനാണ്? അതിൽ നിന്ന് വാട്ടർ മോയ്സ്ചർ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? വാട്ടർ മോയ്സ്ചർ നമുക്ക് വേണോ? ഇല്ല, നമുക്ക് പ്യൂർ ആയിട്ടുള്ള ക്ലോറിൻ ആണ് വേണ്ടത്. അപ്പൊ വാട്ടറിനെ കൂടി അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏതിലൂടെ പോകുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഇല്ല കോണിക്കൽ ഫ്ലാസ്കിലൂടെ പോകുന്നത്. അപ്പൊ അതും കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന ക്ലോറിൻ എങ്ങനെയാണ്? ഒരു ഗ്രീനിഷ് യെല്ലോ കളറുള്ള ഒരു ഗ്യാസ് ആണ്. പിന്നെ മണം എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്ന മണമാണ്. സത്യം പറയാലോ, പഞ്ചന്റ് ആൻഡ് സഫോക്കേറ്റിംഗ്. നിങ്ങൾ ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിന്റെ 2-3 ഇരട്ടി സ്മെല്ലാണ് ഈ ഗ്യാസിന്റെ മണം എന്ന് വെച്ചാൽ. പിന്നെന്താണ്? ഡെൻസിറ്റി എയറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് നേരെ വെച്ച ടെസ്റ്റ് ട്യൂബ് തന്നെ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പിടിക്കണം. ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്, നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യണം? ടെസ്റ്റ് ട്യൂബ് നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് വേണം കളക്ട് ചെയ്യാൻ. ഡെൻസിറ്റി എയറിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഇതാ നേരെ വെച്ചിട്ടുണ്ടോ, ടെസ്റ്റ് ട്യൂബ് നേരെ വെച്ചിട്ടുണ്ടോ. അപ്പൊ അടിയിലൊക്കെ ആരായിരിക്കും? ഇവിടെയൊക്കെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് നമ്മൾ മുകളിലായിരിക്കും ആരുണ്ടാവുക? എയർ ഉണ്ടാവും. എയർ അവിടെ നിന്നോളും, പ്രശ്നമില്ല. താഴെ നമ്മൾക്ക് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഗ്യാസ് കാണാൻ പറ്റും. അതായത് ഈ മഞ്ഞുള്ള സമയത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ കോട മഞ്ഞ് പോലെ വ്യാപിച്ചിടക്കുന്നത്, അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ക്ലോറിൻ ഉണ്ടായി, ക്ലോറിൻ ആടെ ഇങ്ങനെ ഒരു പാട പോലെ താഴെ ഇങ്ങനെ നിൽക്കും, തങ്ങി നിന്നോളൂ. ഓക്കെ, അപ്പൊ ക്ലോറിനായി. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലോറിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ ആണ്. അപ്പൊ ബ്ലീച്ചിങ് ആക്ഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് എങ്ങനെ ബ്ലീച്ച് ചെയ്യുന്നത് അറിയണ്ടേ, ഏത് കണ്ടീഷനിലാണ് ബ്ലീച്ച് ചെയ്യുന്നത് അറിയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ക്ലോറിൻ എടുക്കും, അതായത് ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ എടുത്തു. 2 ജാർ എടുത്തു. 2 ജാറിലുണ്ട് ലിറ്റ്മസ് പേപ്പർ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പീസസ് ഓഫ് കളേർഡ് ക്ലോത്ത്സ് ആൻഡ് പേപ്പർ. കാരണം ബ്ലീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബേസിക്കലി ബ്ലീച്ചിങ് എന്ന് ഐഡിയ ചെയ്യുന്നത് കളർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലീച്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. തുണി ബ്ലീച്ച് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ എന്താണ്? ആ കളർ നിറം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിറമുള്ള കുറച്ച് പേപ്പറും തുണിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലോറിൻ എടുത്തിട്ടുണ്ട്. 2 സെപ്പറേറ്റ് ജാറുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി 2 ജാർ എന്തുകൊണ്ട് എടുത്തിട്ട്. ഒരു ജാറിൽ നമ്മൾ ഒരു ജാറിൽ കളറുള്ള തുണിയും ഒരു ജാറിൽ പേപ്പറും, അങ്ങനെയല്ല. 2 ജാറിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഒന്നിൽ നമ്മൾ വെറ്റ് ആയിട്ടുള്ള പേപ്പർ എടുക്കും, മറ്റേതിൽ ഡ്രൈ ആയിട്ടുള്ള പേപ്പറും. അതാണ് ലിറ്റ്മസ് പേപ്പർ ഇട്ടു, കളേർഡ് ക്ലോത്ത് ആൻഡ് പീസസ് ഓഫ് കളേർഡ് പേപ്പർ ഇൻ 1 ജാർ ഇൻ വെറ്റ് കണ്ടീഷൻ. നനച്ചിട്ട്, അതായത് തുണിയൊക്കെ നനച്ച് കളറുള്ള പേപ്പറൊക്കെ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജാറിലേക്ക് ഇടും. എന്നിട്ടോ അടുത്തതിൽ നനക്കൊന്നും ചെയ്യാത്ത ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർ അടുത്തതിലിടും. അപ്പൊ 2 ജാറുണ്ട്. അപ്പൊ 2 ജാറുണ്ട്. അപ്പൊ 2 ജാറിൽ എന്താണുള്ളത്? 2 ജാറിലും നമ്മളുണ്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ എടുത്തിട്ടുണ്ട്. ക്ലോറിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പേപ്പറും മറ്റ് കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്രൈ ആയിട്ടുള്ള പേപ്പറും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നിൽ എന്താണ്? വെറ്റ് ആയിട്ടുള്ള സാധനവും മറ്റേൻ്റെ അകത്ത് ഡ്രൈ ആയിട്ടുള്ള കളേർഡ് ക്ലോത്തും കളേർഡ് പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഒബ്സർവ് ചെയ്തതെന്ന് അറിയോ? നമ്മൾ 2 ജാറിലില്ലേ ഈ വെറ്റ് ആയിട്ടുള്ള കളേർഡ് ക്ലോത്തും കളേർഡ് പേപ്പറും എടുത്ത ആ വെറ്റ് ആയിട്ടുള്ള ജാറിൽ എന്ത് ചെയ്തു? അതിന്റെ കളർ മാറി, കളർലെസ് ആയിട്ട് മാറി. ഓക്കെ, പക്ഷേ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച ജാറിലോ കളറൊന്നും മാറിയിട്ടില്ല, അതുപോലെ തന്നെയുണ്ട്. ക്ലോറിൻ ഉണ്ട്, കളർഡ് ആയിട്ടുള്ള പേപ്പറും കാര്യങ്ങളും. അവിടെ ബ്ലീച്ചിങ് നടന്നിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ബ്ലീച്ചിങ് നടക്കണമെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് വേണം, ഉണ്ടായാൽ മാത്രമേ ബ്ലീച്ചിങ് നടക്കൂ. അപ്പൊ എന്താ നടക്കുന്നത്? നമ്മൾ ബ്ലീച്ചിങ് ചെയ്യുന്ന വെച്ചാൽ ബേസിക്കലി എന്താ നടക്കുന്നത്? അതായത് ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ ഡ്രൈ ക്ലോറിൻ നമ്മൾ എടുത്ത് ക്ലോറിൻ എന്ത് ചെയ്യും? വാട്ടറിനോട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ HOCl എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അപ്പൊ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് ചെയ്യുന്നറിയോ? അത് വളരെ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ അതിങ്ങനെ വെറുതെ ഇരിക്കൂല. എന്ന് വെച്ചാൽ അതിനൊരു വെറുതെ ഇപ്പം ഹൈപ്പോക്ലോറസ് ആസിഡ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ അത് ഉണ്ടാവുന്ന ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? അതായത് നമ്മൾ ഇവിടെ കണ്ടു എന്താണ്? Cl2 plus H2O gives HOCl plus HCl വരുന്നുണ്ടല്ലോ. അപ്പം ഇതിപ്പം ഫോം ചെയ്ത ആ ഒരൊറ്റ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്തിട്ട് നമുക്ക് HCl കിട്ടും, ഒരു ഓക്സിജൻ ഇങ്ങനെ ബോക്സിൽ എഴുതിയ ഓക്സിജൻ കിട്ടും. ഈ ബോക്സിൽ എഴുതിയ ഓക്സിജൻ എന്താ? ബോക്സ് ഓക്സിജൻ എന്നല്ല പറയാം അല്ലെ? ബോക്സ് ഓഫീസ് നിങ്ങൾ പറഞ്ഞ ബോക്സ് ഓക്സിജൻ ഒന്നല്ല, അതിന്റെ പേരാണ് നേസന്റ് ഓക്സിജൻ.
അത് നമ്മളിപ്പോൾ നേസന്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന് ചെറിയ കുറച്ച് സമയം മാത്രം ജീവിക്കുന്നതാണെങ്കിൽ നേസന്റ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ നേസന്റ് ഓക്സിജൻ എന്താണ്? അത് നമ്മുടെ സാധാരണ ഓക്സിജനെ പോലെയല്ല. അതെന്ത് ചെയ്യും? ഈ കളറായിട്ടുള്ള സ്പീഷീസിന്റെ ഇടയിലോട്ട്, കളറുള്ള സാധനത്തിന്റെ ഇടയിലോട്ടൊക്കെ പോയിട്ട് അതിന്റെ മൊത്തം കളർ അങ്ങ് വലിച്ചെടുത്തിട്ട് അതങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യും? കളേർഡ് ഒബ്ജക്റ്റിനെ കളർലെസ് ആക്കുന്ന ആളാണ് ആര്? നേസന്റ് ഓക്സിജൻ. അപ്പൊ നേസന്റ് ഓക്സിജൻ എവിടുന്ന് കിട്ടുന്നുണ്ടോ? ഇവിടുന്ന് തുടങ്ങുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ വെറ്റായിട്ടുള്ള കളേർഡ് ക്ലോത്ത് അല്ലെ കളേർഡ് പേപ്പർ ഒക്കെ വെക്കുമ്പോൾ അവിടെ നമ്മുടെ ക്ലോറിൻ വാട്ടറുമായി റിയാക്ട് ചെയ്ത് നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് കിട്ടും. അപ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് നേസന്റ് ഓക്സിജനും ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടും. അപ്പൊ ഈ നേസന്റ് ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. ആരെ? കളേർഡ് ഒബ്ജക്റ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും? അതിനെ കളർലെസ് ആക്കും. അപ്പൊ അതാണ് ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്ലീച്ചിങ് ആക്ഷൻ നമ്മൾ ഓക്കെ. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെള്ളം ക്ലീൻ ആക്കാനും അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, അതായത് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ നമ്മൾ ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഡ്രൈ ക്ലോറിൻ ഓവർ ഡ്രൈ സ്ലേക്കഡ് ലൈം. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് എടുത്തിട്ട് നമ്മൾ ഏതിലൂടെയാണ്? ഡ്രൈ സ്ലേക്കഡ് ലൈം. അപ്പൊ ഡ്രൈ സ്ലേക്കഡ് ലൈം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ല, നമ്മുടെ സാധാരണ കുമ്മായപ്പൊടിയില്ലേ, അതായത് കുമ്മായപ്പൊടിയിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ വീട്ടിൽ തേക്കാനും മറ്റു കാര്യത്തിനൊക്കെ കുമ്മായപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതെ ഡ്രൈ ആയിട്ടുള്ള കുമ്മായപ്പൊടി ഉണ്ടല്ലോ, അതായത് വേറെ ഈർപ്പോ മോയ്സ്ചറൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കുമ്മായപ്പൊടി എടുക്കുക. അത് ക്ലോറിന്റെ കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്ന സാധനമാണ് CaO-Cl2. ഈ ആളാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഈ ബ്ലീച്ചിങ് കൂടെ വാട്ടറും കൂടി വരും, അത് വേറെ. അപ്പൊ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടണല്ലോ, ഇതാണ് നമ്മൾ ഗുഡ് സോഴ്സ് ഓഫ് ക്ലോറിൻ മാത്രം ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോ ക്ലോറിൻ നമ്മൾ ഇനി എവിടെയൊക്കെ ഉപയോഗിക്കും? ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊന്ന് കണ്ടോ, ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പറേഷൻ ഒന്ന്. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഞാൻ പറഞ്ഞു വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ. അതിൽ വേറെ എന്തെങ്കിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് എന്നിട്ടും അതൊക്കെ ക്ലീൻ ആയിട്ട് വാട്ടർ ക്ലീൻ ആവും. പക്ഷെ അതിന്റെ സൈഡ് എഫക്ട്സ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ സഹിച്ചാലും വെള്ളം ക്ലീൻ ആവും, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ്? ക്ലോത്തുകളിലെ സ്റ്റെയിൻ റിമൂവൽ. സ്റ്റെയിൻ മാത്രമല്ല, കളർ അടക്കം മൊത്തത്തിൽ പോകും. ഓക്കെ. അതായത് നമ്മൾ ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറഞ്ഞു. ബ്ലീച്ചിങ് ആക്ഷൻ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ ഷർട്ടിലൊക്കെ എന്തെങ്കിലും കറവുണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയണ്ടേ, ഇപ്പം കറിയുടെ കറ അല്ലെങ്കിൽ പെയിന്റിന്റെ കറ, അങ്ങനെ കറയൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യാം. പക്ഷെ ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത പ്രശ്നം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കളർ പോകും. നിങ്ങൾ ഈ ഇടയിലെ ഇപ്പം ഷർട്ടിന്റെ ഒക്കെ ഒരു ചെറിയൊരു ഭാഗത്തുള്ള കറ നീക്കാൻ വേണ്ടി ക്ലോറിൻ ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കളറും അവിടെ ബാക്കി ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ എവിടെ ഉപയോഗിക്കും? പിന്നെ കീടനാശിനികൾ അഥവാ പെസ്റ്റിസൈഡ്സിന്റെ നിർമ്മാണത്തിന് വേണ്ടി ക്ലോറിൻ ഉപയോഗിക്കും. കാരണം ഇതിന്റെ ആക്ഷൻ എന്താണ്? ബ്ലീച്ച് ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഉപയോഗിക്കാം. അപ്പൊ ചെടികളിലുള്ള മറ്റ് കീടങ്ങളെയും അതുപോലെ തന്നെ മറ്റ് മോശമായിട്ടുള്ള ഇതിനിടയിലൊക്കെ വരുന്ന മറ്റ് ചെടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ മണ്ണിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ബാക്കി പിന്നെ ഫ്യൂച്ചറിലേക്ക് ചിലപ്പം അത് ദോഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി ക്ലോറിൻ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതായത് നമുക്കിപ്പം ക്ലോറിൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്, കുറെ ആവശ്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ നമുക്ക് ഈ ക്ലോറിൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു കമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ ഒരു ലാബിലൊക്കെ പോയി, അല്ലെങ്കിൽ നിങ്ങളിപ്പം കെമിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ ഒക്കെ ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പൗണ്ട് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പേരൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ കുറെ റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് നിങ്ങളിപ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇവിടുന്ന് ഒരു പൊടി ഇട്ടു, അവിടുന്ന് ഒരു പൊടി ഇട്ടു, അവിടുന്ന് ആ സാധനം ഇട്ടു, തീ കത്തിച്ചു, ഇളക്കി എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അതിപ്പോ കുക്കിംഗ് ചാനലാണ്, നമുക്ക് പറയാം കുൽത്താസ് ചിക്കൻ മസാല സാധനം എന്നൊക്കെ ഒരു പേര് കൊടുക്കുക. പക്ഷേ നമ്മുടെ കെമിസ്ട്രിയിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം ഉണ്ടാവും. പക്ഷെ ആ സാധനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ക്ലോറൈഡ് ആണോ, ഫോസ്ഫേറ്റ് ആണോ, നൈട്രേറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ ബ്രോമിൻ കമ്പൗണ്ട് ആണോ, ബ്രോമൈഡ് ആണോ, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ആണോ, അങ്ങനെ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓരോ സാധനം ഐഡന്റിഫൈ ചെയ്യാൻ ചില മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലോറൈഡ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാമല്ലോ. നമ്മൾ ക്ലോറിനെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ക്ലോറിൻ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാമല്ലോ. ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എക്സാമ്പിളിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സോഡിയം ക്ലോറൈഡ് എടുത്തു. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഞാൻ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ഇട്ടു. ഓക്കെ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഞാൻ അതിലേക്ക് ഇട്ടു. അപ്പൊ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. എന്താ ഉണ്ടായത്? വൈറ്റ് കേടി, അതായത് നമ്മുടെ തൈര് പോലെ നല്ല കട്ടക്കുള്ള ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. PPT ഞാൻ എഴുതുമ്പോൾ പ്രസന്റേഷൻ ഒന്നും വിചാരിക്കരുത്, പ്രസിപ്പിറ്റേറ്റ് എന്ന് ചുരുക്കിയിട്ട് ഞാൻ PPT എഴുതാം. അപ്പൊ വൈറ്റ് കേടിയായിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് നമുക്ക് അവിടെ ഉണ്ടായി. അപ്പൊ ഇനി എന്ത് ചെയ്തു? പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. ഓക്കെ. പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായതിന് അർത്ഥം ക്ലോറിൻ ഉണ്ടാകുന്നില്ല. ചില പല സാധനങ്ങൾ ആഡ് ചെയ്താലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അപ്പൊ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ആ പ്രസിപ്പിറ്റേറ്റ് അങ്ങോട്ട് പോയി. അപ്പൊ ഈ പ്രസിപ്പിറ്റേറ്റ് പോയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിന് ക്ലോറിൻ ഉണ്ടെന്നാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്ലോറൈഡ് ആയിട്ടുള്ള ഏത് ക്ലോറിൻ സോൾട്ട് എടുത്തിട്ടും, അത് ക്ലോറിൻ സോൾട്ട് നമുക്ക് അറിയില്ല, നമ്മൾ ആ സോൾട്ട് എടുത്തു. സോൾട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? സിൽവർ
നൈട്രേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായി ഓക്കെ ക്ലോറിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലോറിൻ എന്ന് ഉറപ്പൊന്നുമില്ല, ക്ലോറിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറപ്പ് വരുത്താൻ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പിന്നാലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അമോണിയം ഹൈഡ്രോക്സൈഡ് കൂടി കുറച്ചങ്ങ് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മൊത്തത്തിൽ പോയി. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ ക്ലോറിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ എന്താണ് ആ റിയാക്ഷൻ? നമുക്ക് നോക്കാലോ. എന്താ റിയാക്ഷൻ? അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, അത് ഞാനൊന്ന് മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് റിയാക്ഷൻ നോക്കാം. ഓക്കെ, അപ്പൊ എന്താ നടക്കുന്നത്? നമ്മൾ ഇവിടെ നടന്ന ചെറിയ റിയാക്ഷൻ സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റിന്റെ കൂടെ സംഭവിച്ച് സിൽവർ ക്ലോറൈഡും എന്താണ്ടായി? സോഡിയം നൈട്രേറ്റ് കിട്ടും. അപ്പൊ ഈ സിൽവർ ക്ലോറൈഡ് ആണ്, അതായത് നമ്മൾ ഏത് ക്ലോറൈഡ് സോൾട്ട് എടുത്താലും അത് സിൽവർ നൈട്രേറ്റിനോട് കമ്പൈൻ ചെയ്ത് നമുക്ക് സിൽവർ ക്ലോറൈഡ് കിട്ടും. അപ്പൊ ഈ സിൽവർ ക്ലോറൈഡ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ചേർന്നിട്ട് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായ സാധനമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ചേർന്നിട്ട് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇല്ലാതാവും. അപ്പൊ എന്താണ് ക്ലോറൈഡിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി? വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു, നമ്മൾ ഓരോന്ന് ബോക്സ് ചെയ്ത് വെക്കുന്ന, പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. എന്താണ്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ദ ഗിവൻ സോൾട്ട് സൊല്യൂഷൻ, എ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് soluble in ammonium hydroxide solution is formed. അത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? ക്ലോറൈഡ് അയോൺസ് ഉണ്ടെന്നാണ്. എന്താണ്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, അപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോല്യൂബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ക്ലോറൈഡ്സ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതുവരെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന 4ാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം പഠിച്ചു കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു. അപ്പൊ എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ഒരു കമ്പൗണ്ട് ഫോം ചെയ്യുന്ന കോമ്പിനേഷൻ റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ്? ഒരു കമ്പൗണ്ടിൽ നിന്ന്, അതായത് ഒരു എലമെന്റ് ഒരു കമ്പൗണ്ടിലുള്ള ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ കയറുന്നു, അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണ്? കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ്, ഒരു കമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ സബ്സ്റ്റൻസ് ആയി മാറുന്ന ഡീകമ്പോസിഷൻ. അപ്പൊ ഡബിൾ ഡീകമ്പോസിഷൻ എന്താണ്? Double decomposition is a reaction in which two compounds, when react with each other, interchange their ions to form two new compounds. അപ്പൊ എന്താണ്? രണ്ട് കമ്പൗണ്ട് റിയാക്ട് ചെയ്തിട്ട് അതിൽ അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, NaCl + AgNO3 നേരത്തെ കണ്ട റിയാക്ഷൻ. സോഡിയം സിൽവറുമായിട്ട് മാറും, സിൽവറും സോഡിയമായിട്ട് എക്സ്ചേഞ്ച്. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സോഡിയത്തിന്റെ സ്ഥാനത്ത് സിൽവർ വന്നു, AgCl വന്നു. പിന്നെ സിൽവറിന്റെ സ്ഥാനത്ത് സോഡിയം വന്നു, NaNO3. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ അതാണ് എന്ത് റിയാക്ഷൻ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ്? ടു കമ്പൗണ്ട്സ് വെൻ റിയാക്ട് വിത്ത് ഈച്ച് അതർ ഇന്റർചേഞ്ച് ദെയർ അയോൺസ്. അവർ അയോൺസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, എന്നിട്ട് പുതിയ രണ്ടാൾക്കാരെ കിട്ടും. അതാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ? കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ആണ് H2SO4 + BaCl2 gives 2HCl + BaSO4. എന്താ സംഭവിച്ചത്? ബാരിയം അതിന്റെ കൂടെ ആരാണ്? ക്ലോറിനാണുള്ളത്. ഹൈഡ്രജൻ കൂടെ സൾഫേറ്റ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ബാരിയം സൾഫേറ്റിന്റെ കൂടെ പോവും, ഹൈഡ്രജൻ ക്ലോറിന്റെ കൂടെ പോവും. നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ക്ലോറൈഡ് അഥവാ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ബേരിയം സൾഫേറ്റ് കൂടെ അതിന്റെ കൂടെ കിട്ടും. കണ്ടോ? അതും ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ എക്സാമ്പിൾ ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾ നമുക്ക് എഴുതാം കേട്ടോ. ഇപ്പൊ CuSO4 + H2S. അപ്പൊ ഇതിന്റെ പ്രൊഡക്ട്സ് എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞത്? നമുക്ക് എന്താ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്? സൾഫേറ്റ് ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ സൾഫേറ്റുമായിട്ട് മാറും, കോപ്പർ എന്തും സൾഫൈഡുമായിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ സൾഫൈഡും കിട്ടും, H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡും കിട്ടും. മനസ്സിലായല്ലോ? ഒരു ഐഡിയ കിട്ടിയല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അയൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. വളരെ സിമ്പിൾ. എല്ലാ റിയാക്ഷൻ നടക്കില്ല, ഒരുവക റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെ നടക്കും. ഓക്കെ, അപ്പൊ ഡബിൾ ഡീകമ്പോസിഷൻ മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് ചെയ്യാമോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിയാക്ഷൻ നോക്കിയിട്ട് ഇത് ഡബിൾ ഡീകമ്പോസിഷൻ ആണോ, ഡീകമ്പോസിഷൻ ആണോ, കോമ്പിനേഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ നമുക്ക് മനസ്സിലാവും. 4 ടൈപ്പ് റിയാക്ഷൻ മനസ്സിലാവും. അപ്പൊ ഒന്നുകൂടി മനസ്സിലൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്കിയേ. കോമ്പിനേഷന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡീകമ്പോസിഷൻ. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ട് ഒരു കമ്പൗണ്ട് ഉണ്ടാവും. ഡീകമ്പോസിഷൻ എന്താണ്? വലിയൊരു കമ്പൗണ്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് 2 ആൾക്കാർ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാലോ. ഞാൻ ഇതിന് തൊട്ടടുത്ത സ്ലൈഡിൽ ഒരു പട്ടികയുണ്ട്. അപ്പൊ പട്ടികയിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കുറച്ച് ഞാൻ കോഡ് കോമ്പിനേഷൻ റിയാക്ഷന് വേണ്ടി ഞാൻ C ഉപയോഗിക്കും. ഡീകമ്പോസിഷൻ ഞാൻ D ഉപയോഗിക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിസ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഡബിൾ ഡീകമ്പോസിഷൻ ഞാൻ DD എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? C എന്ന് വെച്ചാൽ കോമ്പിനേഷൻ, D എന്ന് വെച്ചാൽ ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഡിസ്, ഡബിൾ ഡീകമ്പോസിഷൻ DD. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാലോ. ഒന്നാമത്തെ റിയാക്ഷൻ നോക്കിയേ. 2KCl gives 2K + Cl2. എന്താണ്? ഒരു കമ്പൗണ്ട് അതിന്റെ സിമ്പിൾ ആയിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അടുത്ത് നോക്കിയേ. CaCO3 gives CaO +
CO2. എന്താ നടക്കുന്നത്? ഒരു കമ്പൗണ്ട് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് അല്ലേ? ഒരു റിയാക്ഷൻ ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഒരു സൈഡ് നോക്കും, ഒറ്റയാളേ ഉള്ളൂ. ഒറ്റയാൾ മാത്രം ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒരു വലിയൊരു കമ്പൗണ്ട് മാത്രമാണ്. അവർ ഗിവ്സ് സംതിങ് ആണ്, അതിനർത്ഥം എന്താണ്? അത് ഡീകമ്പോസ് ചെയ്യാണ്. അപ്പൊ ഇതും ഡീകമ്പോഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ഇതാ സിമ്പിൾ ആയിട്ട് HI സ്പ്ലിറ്റ് ചെയ്ത് H2 I2 ആവുന്നു, അതും ഡീകമ്പോഷൻ റിയാക്ഷൻ ആണ്. ഇത് നോക്കിയാൽ KCl പ്ലസ് AgNO3 ഗിവ്സ് AgCl പ്ലസ് KNO3. എന്താ നടക്കുന്നത്? സിൽവർ ക്ലോറിൻ എടുക്ക പോകുന്നു, പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്ക പോകുന്നു. അപ്പൊ സിൽവർ ക്ലോറൈഡും കിട്ടും, പൊട്ടാസ്യം നൈട്രേറ്റും കിട്ടും. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ, അടുത്ത് നോക്കിയാൽ മാഗ്നീഷ്യം പ്ലസ് 2HCl ഗിവ്സ് MgCl2 പ്ലസ് H2. എന്താ നടക്കുന്നത്? മാഗ്നീഷ്യം ക്ലോറിനുമായിട്ട് പോകുന്നു, ഹൈഡ്രജൻ പുറത്തോട്ടേക്ക് പോകുന്നു. കണ്ടോ? അതെന്താണ്? ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമ്മൾ പഠിച്ചു അല്ലേ? ഡിസ്പ്ലേസ് ചെയ്യാം മറ്റേ പൊസിഷൻ. ഹൈഡ്രജൻ കടക്ക് പുറത്തെന്ന് വെച്ചാൽ ഹൈഡ്രജനെ പുറത്താക്കുകയെന്ന്. അപ്പൊ അത് കിട്ടി. അടുത്ത എന്താണ്? H2 പ്ലസ് O2 ഗിവ്സ് 2H2O. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ആള് കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു കമ്പൗണ്ട് ഉണ്ടാവും. കോമ്പിനേഷൻ റിയാക്ഷൻ. Mg പ്ലസ് H2SO4 ഗിവ്സ് MgSO4 പ്ലസ് H2. നോക്കിയേ, രണ്ടാള് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്യും? സൾഫേറ്റുമായി കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജനോട് കടക്ക് പുറത്തു നിന്നിട്ട് ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? പുറത്തോട്ട് പോകും. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അടുത്ത Na2SO4 പ്ലസ് BaCl2 ഗിവ്സ് BaSO4 പ്ലസ് 2NaC. കണ്ടോ? അങ്ങോട്ട് ഇങ്ങോട്ട് ചെറുതായി മാറിയില്ലേ? അതെ. സോഡിയം ക്ലോറിൻ എടുക്കുന്നു, ബാരിയം സൾഫേറ്റിന് എടുക്കുന്നു. അപ്പൊ BaSO4 2NaCl. അപ്പൊ ഇതെന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ. അപ്പൊ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ഒരു പോർഷൻ, അതായത് ഏകദേശം അവസാനത്തെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇത് കഴിയുമ്പോൾ, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ, ഈ എക്സസൈസും കൂടി തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആണ്. 4 ടൈപ്പ് റിയാക്ഷൻ എന്തൊക്കെയാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, കോമ്പിനേഷൻ എന്താണ്? ചേരുന്നു. ഡീകമ്പോസിഷൻ എന്താണ്? അവർ പിരിയുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അടിച്ചു പുറത്താക്കുന്നു. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ബ്ലീച്ചിങ് ആക്ഷൻ വിശദമായിട്ട് പറഞ്ഞു. നേസന്റ് ഓക്സിജൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇങ്ങനെ എഴുതിയ ഒരാളെ, പുള്ളിക്കാരാണ് ഓക്സിഡൈസ് ചെയ്തിട്ട് കളറുള്ള ആൾക്കാരെ കളർ ഇല്ലാതെ ആക്കുന്നതെന്ന് കണ്ടു. നൈട്രജൻ എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതിനെങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നു, അതിന്റെ യൂസസ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടു. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെയൊക്കെ ഈ ചാപ്റ്ററിൽ ഉള്ളൂ. സിമ്പിൾ ആണ്. നമ്മൾ ഹൈഡ്രജനെ പഠിച്ചു, ഓക്സിജനെ പഠിച്ചു, നൈട്രജൻ ക്ലോറിൻ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യും? 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചു, ബ്ലീച്ചിങ് ആക്ഷൻ പഠിച്ചു, ഫെർട്ടിലൈസേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ഹൈഡ്രജന്റെ കാര്യത്തിൽ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത്രയൊക്കെ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വരും. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലായിട്ട് എന്ത് ചെയ്യണം? അതെ, ഒന്നുകൂടി വീഡിയോ കാണുക, തുടക്കം തൊട്ടേ കാണുക. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എക്സസൈസ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോലെ പോസ് ചെയ്തിട്ട് ആലോചിക്കുക. ഇതെന്താണ് എനിക്ക് മൈൻഡിൽ ആദ്യം വരുന്ന ഐഡിയ? പോസ് ചെയ്തിട്ട് തനിക്ക് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഐഡിയ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം പ്ലേ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ വിചാരിച്ച കാര്യം തന്നെയാണോ വന്നത്? വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? വാവ്, ലോട്ടറി അടിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതും ടീച്ചർ പറഞ്ഞതും കറക്റ്റ് ആണ്. നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ. വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. Manorama Horizon, learning made simple.